ഹായ്. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലുണ്ട് അല്ല, ലോകം തന്നെ കണ്ട ഏറ്റവും ഉരുക്ക് വനിത. എൻ്റെ അച്ഛനും ബംഗ്ലാദേശിൻ്റെ സ്ഥാപകനും അവാമി ലീഗിൻ്റെ ലീഡറും എല്ലാമായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മകൻ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ബംഗാളിയായ ബംഗ്ലാദേശിൻ്റെ ശില്പിയാണെന്ന് പറഞ്ഞു. വളരെ നിസ്വാർത്ഥനും കാരണവാനുമായിരുന്നു ഷെയ്ഖ് എന്ന് പറയുന്നത്. അദ്ദേഹം സ്വന്തം ജനങ്ങളെ അതിർത്തി വിശ്വസിക്കുകയും മനസ്സ് പറഞ്ഞ് സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു സാധാ മനുഷ്യനാണ്. എന്നാൽ ആ മനുഷ്യന് ജീവിതത്തിൽ സ്വന്തം കുടുംബം പോലെ കണ്ട ആ ജനത തന്നെ ഒടുവിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ജനങ്ങളിൽ നല്ല വിശ്വാസമായിരുന്നു. ആയതിനാൽ വളരെ സുരക്ഷ കുറഞ്ഞ വസതിയിലായിരുന്നു അദ്ദേഹം താമസിച്ചത്. ആ സമയത്ത് ഇളയ മകളായ ഹസീനയും മറ്റൊരു സഹോദരിയും യൂറോപ്യൻ ട്രിപ്പിൽ, അതിനാൽ മാത്രം രക്ഷപ്പെട്ടതാണ് ഈ രണ്ടുപേർ. അവർ തിരിച്ചു വരുമ്പോൾ പട്ടാളം ബംഗ്ലാദേശ് തിരിച്ചടക്കിയിരുന്നു. അതോടുകൂടി അവർ രാജ്യം വിടുകയും ഉപരിപഠനമെല്ലാം യൂറോപ്പിലൊക്കെ എത്തുകയും ചെയ്തു. തുടർന്ന് അവിടെ നിന്ന് അവാമി ലീഗിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും തുടർന്ന് തെരഞ്ഞെടുപ്പുകളെ നേടുകയും ചെയ്താണ് അവർ ഇന്ന് ഈ നിലയിലെത്തിയത്. ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന ഒരേ ഒരാൾ ഹസീനയാണ്. ആദ്യം 1996 മുതൽ 2001 വരെയും, പിന്നീട് 2008 മുതൽ 2024 ഇപ്പോഴും നിലവിൽ അവർ തന്നെയാണ് അവരുടെ പ്രധാനമന്ത്രി. എന്നാലിപ്പോൾ അവിടുത്തെ പട്ടാള അട്ടിമറിയോടുകൂടി അവർക്ക് രാജ്യം വിടണമെന്നുള്ള കർശന നിർദ്ദേശം കിട്ടിയതിന് അടിസ്ഥാനത്തിൽ അവരവിടുന്ന് വേറെ എങ്ങോട്ടോ മുങ്ങി എന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവർ ഡൽഹിക്കാണ് വന്നതെന്നും അതല്ല അജിത് ഡോവലിൻ്റെ നിർദ്ദേശപ്രകാരം അവർ ധാക്കയിൽ നിന്നും യുപിയിലെത്തിയെന്നും അവിടുന്ന് ബ്രിട്ടനിലേക്ക് കടക്കാനാണെന്നൊക്കെ ഒരു കിംവദന്തി വരുന്നുണ്ട്. എന്തുതന്നെ ആയാലും അവർ അതിശക്തിയായ ഒരു നേതാവ് തന്നെയാണ്. അവരുടെ പുറത്താക്കലിലേക്ക് വഴിവെട്ടിയ സാഹചര്യം എന്ന് പറയുന്നത് അവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള റിസർവേഷനാണ്. അവിടെ 56% റിസർവേഷൻ. അതിൽ 37 നേതാക്കളുടെ മക്കൾക്കാണ് 36% റിസർവേഷൻ കിട്ടുന്നത്. ഇതിനാൽ തന്നെ അവിടെയുള്ള ബാക്കിയുള്ള യുവാക്കൾക്ക്, യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് അവിടെ തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ജൂണിലാണ് ഈ സംഘടന ആദ്യം ആരംഭിച്ചത്. എന്നാൽ ഷെയ്ഖ് ഹസീന അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും തൽഫലമായി അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഇന്നത് അവരുടെ പാർലമെൻറ്റ് കയ്യേറുകയും പാർലമെൻറ്റ് കത്തിക്കാൻ ശ്രമിക്കുന്നിടം വരെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. ഇതിനു പുറകിൽ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ വേരോട്ടവും പാകിസ്ഥാൻ്റെ സഹായവും ലഭ്യമാകുന്നുണ്ടെന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ടെങ്കിലും അതെത്രത്തോളം സത്യമാണെന്നറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഒരു ഉരുക്കു വനിതയാണ് ഷെയ്ഖ് ഹസീന. അവർ തിരിച്ചു വരാതിരിക്കില്ല. എവിടെ നിന്നാണെങ്കിലും അവർ അവരുടെ തന്ത്രങ്ങൾ മെനയുകയും അതിനൊക്കെ ചരട് വലിക്കുകയും തൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെ ഇന്ദിരാഗാന്ധിക്കൊപ്പം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് മേളിലാണ് അവരുടെ ഒരു നേട്ടമെന്ന് പറയുന്നത്. കാരണം ഇവിടെ ഇന്ദിരാഗാന്ധിക്ക് അട്ടിമറികളിലോ വേറൊന്നിലും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ത്യയുടെ ഒരുക്കൊനിതയായ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ഇവിടെ ഭരിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും, അനുകൂല ഘടകങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ രാഷ്ട്ര നിർമ്മാതാക്കളിൽ ഒരാളായ ഡോക്ടർ ജവഹർലാൽ നെഹ്റുവിൻ്റെ മോളായതിനാലും കോൺഗ്രസ് വിമോചന പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയായിരുന്നാലും അവർക്ക് ധാരാളം സാഹചര്യങ്ങൾ ഇവിടെ അനുകൂലമായിരുന്നു. ആരെയും പേടിക്കണ്ടായിരുന്നു. കോവിഡ് കാലത്താണ് രാജ്യം കണ്ട ഏറ്റവും
മോശമായ അവസ്ഥയിലൂടെ ഭാരതം കടന്നുപോയത്. എന്നാൽ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ അത് തികച്ചും വ്യത്യാസമാണ്. ആദ്യം തന്നെ പറഞ്ഞത് അവരുടെ സ്വന്തം അച്ഛനെ അവരുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട വഹിച്ച ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്ന സാധുവിനെ സ്വന്തം ജനതയുടെ കൈയാൽ മരണപ്പെട്ട ശേഷമാണ് അവർ കൂടുതൽ നേടിയ ഈ നേട്ടങ്ങളെല്ലാം. ഒരാൾ തകർന്നു പോകാൻ ഉണ്ടാകേണ്ട എല്ലാ സാഹചര്യങ്ങളിലും അതിജീവിച്ചാണ് അവർ ഈ നിലയിലെത്തി. അതിനാൽ തന്നെ അവർ എന്നെന്നും വാഴ്ത്തപ്പെടുക തന്നെ ചെയ്യും.